ഹായ് ഹലോ. അപ്പോൾ എന്തൊക്കെയാണ് മക്കളെ വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? എല്ലാവർക്കും സുഖമാണ് വിചാരിക്കണ്ടോ? അപ്പോൾ ഇതാ ഞാനിവിടെ ഒരു ഗുഹൻ്റെ അകത്ത് പെട്ടിരിക്കുകയാണ്. നമുക്ക് പുറത്തേക്കൊന്ന് കിടക്കട്ടോ. അപ്പോൾ നമ്മൾ ഇന്നലെ ഈ ഗുഹയിലായിരുന്നു കേട്ടോ കിടന്നുറങ്ങിയിട്ടുണ്ടായിരുന്നത്. ഇതാണ് നമ്മളെ വയനാട്ടിലെ മൗണ്ടൻസ് കാനറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള റിസോർട്ട് കേട്ടോ. കണ്ടോ എങ്ങനെയുണ്ട്? നല്ല രസമല്ലേ? നല്ലൊരു വൈബാണ് ഇവിടെ കേട്ടോ. ശരിക്കും പറഞ്ഞാൽ നമുക്കൊരു സർപ്രൈസ് തന്നാ കേട്ടോ കുഞ്ഞാക്കുൻ്റെ ഫ്രണ്ട് ഗംഗേഷ് ചേട്ടൻ. നമുക്കിങ്ങനെ വയനാട് പോകുകയെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഈ ഒരു റിസോർട്ടാണെന്നൊന്നും പറഞ്ഞില്ല കേട്ടോ. അപ്പോൾ ഇതാണ് മൗണ്ടൻസ് കാനറ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ വയനാട്ടിലെ ഒരു അടിപൊളി റിസോർട്ടാണ് കേട്ടോ. എന്താ പറയുക, ഞങ്ങൾ ഇന്നലെ രാത്രിയൊക്കെ ഇവിടെ കറക്കായിരുന്നു, ഫുഡും കാര്യങ്ങളും ഒക്കെ ആയിട്ട്. അപ്പോൾ നമുക്കിന്ന് ഇവിടെ വൈകുന്നേരം ഒരു ഫങ്ഷൻ ഉണ്ട്, ഒരു കല്യാണ പാർട്ടി ഉണ്ട്. അപ്പോൾ അതിന് പോകാൻ വേണ്ടിയിട്ട് വന്നതാണ്. ഇന്നലെ ഇവിടെ എത്തി. അപ്പോൾ നല്ല രസമാണ് കേട്ടോ കാണാൻ. പാറയും പാറയിടുക്കുകളും നല്ല രസമായി. പാറയുടെ മലയുടെ മുകളിലായിട്ട് നല്ല നല്ല വൈബൊക്കെ ആയിട്ട് നമുക്ക് വന്ന് കയറിയപ്പോൾ തന്നെ അവരുടെ സ്വീകരണമൊക്കെ ഭയങ്കര രസമായിരുന്നു കേട്ടോ. ഇതൊരു എന്താ പറയുക, മല ഭാഗം ഇങ്ങനെ നല്ല ക്ലീനാക്കി ഫുൾ ഇതിൻ്റെ ഒരു സൈഡും ഒക്കെ മലയാണ് കേട്ടോ. അതുകൊണ്ടാവും ഇതിന് അവരറിഞ്ഞ് മൗണ്ടൻസ് കാനറ്റ് എന്ന് പേരിട്ട് തന്നെ തോന്നുന്നുണ്ട് കേട്ടോ. എന്തായാലും സംഭവം അടിപൊളി. ഇത് ഒരുപാട് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കാനുണ്ട് കേട്ടോ. കണ്ടോ? അപ്പം നമ്മളാ മറ്റേ എന്താ പറയുക ബഗ്ഗിയില്ലേ, അതിലാണ് അവർ കൊണ്ടുപോകുക കേട്ടോ. രാത്രിയും അങ്ങോട്ട് നടക്കാൻ. ഇപ്പോൾ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ അവരെ വിളിച്ചാൽ മതി, അവരിങ്ങോട്ട് വരും. ഞാൻ രാവിലെ ഒരു റൗണ്ട് അടിച്ചിട്ട് വന്നു കേട്ടോ. നല്ല രസമാണ്. അപ്പോൾ ഇനി ഇവിടെ വന്ന മുതലുള്ള വിശേഷങ്ങൾ ഞാൻ പങ്കുവെക്കാം കേട്ടോ. അപ്പോൾ ഫസ്റ്റ് നമ്മളിവിടെ റിസപ്ഷനിൽ വന്നേക്ക് നമുക്ക് കൈ തുടക്കാനുള്ള ടിഷ്യൂ പേപ്പറൊക്കെ തന്ന്, അത് കഴിഞ്ഞ് നമുക്ക് കാപ്പി തന്നു. പിന്നെ ലഗേജൊക്കെ ബഗ്ഗിയിലോട്ട് വെച്ചിട്ട് അവർ നമ്മളെ മേലെ ഇതിൻ്റെ നല്ല ഫസ്റ്റ് വ്യൂ പോയിൻ്റ് ഉണ്ട്, ഇതിൻ്റെ മേലേക്ക് കയറണം കേട്ടോ. കുറച്ച് അവിടെ പോയപ്പം നമുക്ക് അവിടെ നിന്ന് വീണ്ടും കാപ്പിയും സ്നാക്സും ഒക്കെ തന്ന് നമ്മൾ കുറച്ച് സമയം അവിടെ ഇരുന്ന് ഫോട്ടോ എടുത്ത് വീഡിയോ ഒക്കെ എടുത്തിട്ട് നമ്മൾ പിന്നെ താഴെ റൂമിലോട്ട് പോവുകയാണ്. അപ്പം നമ്മൾ വിചാരിക്കും ഇവിടെ വന്നപ്പം ഈ ഒരു വ്യൂ ആണ് ഇവിടെ ഏറ്റവും ഭംഗിയുള്ള സ്ഥലം എന്ന് വിചാരിക്കും കേട്ടോ. പക്ഷേ ഇതിലും അപ്പുറം ഭംഗിയുള്ള സ്ഥലങ്ങൾ ഇനിയുണ്ട്, കാണാൻ വരുന്നുള്ളൂ. ഇവിടെ നിന്നാൽ നല്ല കാറ്റും നല്ല തണുപ്പും ഒക്കെ ഉണ്ട് കേട്ടോ. നമ്മൾ ചെന്ന സമയത്ത് കുറച്ച് വൈകിട്ടായിരുന്നു, അപ്പോൾ വെയിലൊക്കെ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഭാഗത്ത് അപ്പുറത്തായിട്ട് കുറച്ച് മലകളും കുന്നുകളൊക്കെ കാണാൻ പറ്റുന്നുണ്ട് കേട്ടോ. നല്ലൊരു സമയമായിരുന്നു നമ്മൾ ചെന്നത്. എന്തായാലും നമ്മൾ കുറച്ച് സമയം അവിടെ കാറ്റൊക്കെ ആസ്വദിച്ചിരുന്ന് ഇനി താഴേക്ക് നമ്മൾ റൂമിലോട്ട് പോവുകയാണ്. അപ്പോൾ എന്തായാലും ഇവിടുന്ന് നമ്മൾ ബഗ്ഗിയിലല്ല കേട്ടോ, നടന്നിട്ടാണ് പോകുന്നത്. അപ്പം നമ്മൾ കൂടെ കല്യാണം കൂടാൻ വന്ന ജെയിംസ് ചേട്ടൻ്റെ പെങ്ങളെ നമ്മൾ പോകുന്ന വഴിയിൽ കണ്ടിട്ട് അവരുടെ റിസോർട്ടൊക്കെ നമ്മൾ പോകുന്ന വഴിയിലായിരുന്നു. അപ്പം നമുക്ക് കിടക്കാനുള്ള റിസോർട്ട് കാണിച്ചു തരാമെന്ന് പറഞ്ഞ് നമ്മളെ കൊണ്ടുപോകണം കേട്ടോ. നമ്മൾ തായ്ലൻഡിലൊക്കെ പോയ പോലെ കേട്ടോ. ശരിക്കും വയനാടല്ല. പട്ടായ പോയിക്കൊണ്ടിരിക്കുകയാണ്. അയ്യോ ബാക്കൊക്കെ അറിയില്ലല്ലോ. അപ്പൊ എന്റെ ജീവിതത്തിലൊരു ഫസ്റ്റ് അനുഭവം ആട്ടോ. അപ്പൊ ഒരു ഗുഹന്റെ ഉള്ളിൽ, കരിങ്കൽ ഗുഹന്റെ ഉള്ളിൽ കിടന്നുറങ്ങുക എന്നുള്ളത്. എന്തായാലും സംഭവം പൊളിയായിരുന്നു. ഈ വീഡിയോ ഒന്ന് കാണാം. എത്താണ് മക്കളെ നമ്മൾ കിടന്നുറങ്ങാൻ പോണേട്ടാ. എങ്ങനെയുണ്ട്? അടിപൊളിയല്ലേ? ഉണ്ടോ? ശരിക്കും നമ്മളൊരു ഗുഹയിലോട്ട് കയറുന്ന പോലെ തന്നെയാണ് കേട്ടോ. ഗുഹയ്ക്കകത്തേക്ക് കയറി നോക്കുകയാണ്. ശരിക്കും പാറയാണ് കേട്ടോ. കേട്ടോ, കരിങ്കൽ പാറയാണ് കേട്ടോ. അതിനകത്താണ് ഇങ്ങനെ റൂം സെറ്റ് ചെയ്തിട്ടുള്ളത്. എന്തായാലും രാത്രി ഇവിടുന്ന് എണീറ്റ് പോടും കേട്ടോ. സംഭവം എന്തായാലും പൊടിയാണ്. കണ്ടോ, 4 ആൾക്ക് കിടക്കാൻ ഉള്ള ഒരു ബെഡുണ്ട്. ഡൈനിങ്, നമുക്ക് എന്തെങ്കിലും കഴിക്കാനൊരു ഡൈനിങ്, ചെറിയൊരു ഡൈനിങ് ടേബിള്, അടിപൊളി ഒരു ഡ്രസ്സിങ്, അല്ല നല്ലൊരു ഡ്രസ്സിങ് മിറർ അല്ലേ, അടിപൊളി. നമ്മളെന്നാലെ പിള്ളേർക്കൊക്കെ പെട്ടെന്ന് വിളിച്ചിട്ട് ഞങ്ങളിങ്ങനെ ഗുഹൻ്റെ അകത്ത് പെട്ടിരിക്കുകയാണ് എന്ന് പറഞ്ഞിട്ട് അവരെ ഇതാക്കിയായിരുന്നു കേട്ടോ. രസമല്ലേ? AC ഒക്കെ ഉണ്ട് കേട്ടോ, പക്ഷെ തണുപ്പൊക്കെ ഉണ്ട്. കണ്ടോ, ഇതിൻ്റെ മേലെയൊക്കെ പാറ കേട്ടോ. ഇന്നലെ ശരിക്കും ഒരു പേടിയൊക്കെ ഉണ്ടായിരുന്നു ഇതിൻ്റെ ഉള്ളിൽ കിടക്കാൻ. സംഭവം പൊളിയാണ്. ഇതിപ്പം എന്താ പറയുക, തണുപ്പില്ലെങ്കിലും മഴയില്ലെങ്കിലും വെയിൽ ആണെങ്കിലും ഇതിൻ്റെ ഉള്ളിൽ നല്ല തണുപ്പാവട്ടെ. എന്ന് വെച്ചാൽ
ഇങ്ങനെ ഈ കരിങ്കൽ ഭിത്തികൾ കൊണ്ട് പണിത വീട് കണ്ടിട്ടുണ്ടല്ലോ, നല്ല തണുപ്പാവും കേട്ടോ. അപ്പോൾ ഇവിടെ ഗുഹ പോലെയുള്ള റൂം 2 തോന്നുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് 2 കിട്ടി. ഇപ്പം ബാക്കിയുള്ളവരൊക്കെ വേറെ നല്ല നല്ല അടിപൊളി റിസോർട്ടിലായിരുന്നു കേട്ടോ. അപ്പോൾ ജെയിംസ് ചേട്ടൻ്റെ വൈഫും ജെയിംസ് ചേട്ടനും പെങ്ങളും സാബു ചേട്ടനും എല്ലാവരും റൂം കാണാൻ വന്നിക്കുക കേട്ടോ. അപ്പോൾ നമ്മുടെ ഗുഹൻ്റെ ഉള്ളിലാണ് കേട്ടോ. ഗംഗേഷ് ചേട്ടനും ഫാമിലി ഉണ്ട്. അപ്പോൾ നമ്മൾ ഒരു ഗുഹൻ്റെ ഉള്ളിലാണ് കിടന്നാ മോഡല്ലേ. അപ്പോൾ എൻ്റെ ഇന്നത്തെ വീഡിയോയുടെ അവസാനിപ്പിക്കാൻ കേട്ടോ. ലെങ്ത്ത് കൂടട്ടാന്ന് വെച്ചിട്ടാണ്. അപ്പോൾ ഇനിയും ഇതിൻ്റെ ബാക്കി വീഡിയോ ഉണ്ട് കേട്ടോ. ഒരുപാട് വ്യൂ പോയിൻ്റൊക്കെ ഇനിയും കാണാനുണ്ട്. നല്ല രസമാണ്, നല്ല അടിപൊളി സ്വിമ്മിംഗ് പൂളൊക്കെ ആയിട്ട്. അതിൻ്റെ വീഡിയോ ഒക്കെ ഞാൻ വീണ്ടും വരാം കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോയുടെ അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് സപ്പോർട്ടും ചെയ്യണേ. അപ്പോൾ ഇവിടെ നല്ലൊരു പാട്ടുകാരനൊക്കെ ഉണ്ട്, ദിവസം ഇവിടെ റിസോർട്ടിൽ വരുന്നുണ്ട്. അപ്പോൾ അവരൊക്കെ നാളെ ഞാൻ കാണിക്കാം കേട്ടോ. അപ്പോൾ ഓക്കെ, താങ്ക് യു. അപ്പോൾ ഒന്നും കൂടിയും പറയുകയാണ്, വീഡിയോ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് സപ്പോർട്ടും ചെയ്യണേ.